നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മധ്യപൂർവ്വ യൂറോപ്പിൽ കടുത്ത മഴയുൾപ്പെടെ കാലാവസ്ഥ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളെ അനുസ്മരിച്ചും ലോക സമാധാനത്തിനായുള്ള ആഹ്വാനം ചെയ്തും ഫ്രാൻസിസ് പാപ്പ. യുദ്ധമെന്ന പരാജയത്തിനെതിരെ ചിന്തിക്കാനുള്ള ഹൃദയം ദൈവം ഏവർക്കും നൽകട്ടെ എന്ന് പാപ്പ ആശംസിച്ചു. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വിശ്വാസികൾക്കായി അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയുടെ അവസാനത്തിൽ ഇറ്റാലിയൻ ഭാഷയിൽ ആളുകളെ അഭിസംബോധന ചെയ്യവെയാണ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും യുദ്ധത്താൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കായി പ്രാർത്ഥിക്കാനും പാപ്പ ആഹ്വാനം നടത്തിയത്. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ മഹനീയമെന്ന് ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ജെയിംസ് ഗോഡ്ബർ അഭിപ്രായപ്പെട്ടു. ദുരിതബാധിതർക്ക് മാനന്തവാടി രൂപതയുടെ സാമൂഹ്യ വികസന പ്രസ്ഥാനമായ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി വഴി നൽകി വരുന്ന ബാക്ക് ടു ഹോം കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസമാകുവാൻ സർവരും ഒന്നായി നിൽക്കണമെന്നും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അതിജീവനം സാധ്യമാക്കണമെന്നും ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ഓർമ്മിപ്പിച്ചു. സെപ്റ്റംബർ 18-ന് 4 കുട്ടികളുടെ അമ്മയായ ക്രൈസ്തവ സ്ത്രീക്ക് വധശിക്ഷ വിധിച്ച് പാകിസ്ഥാൻ കോടതി. പാകിസ്ഥാനിലെ മതനിന്ദ നിയമങ്ങൾ പ്രകാരം കുറ്റാരോപണം നടത്തിയാണ് ശിക്ഷ വിധിച്ചത്. പ്രവാചകനായ മുഹമ്മദ് നബിയെ അപമാനിച്ചെന്നാരോപിച്ച് മതനിന്ദ നിയമത്തിലെ സെക്ഷൻ 295C പ്രകാരമാണ് ഷഗുഫ്ത കിരൺ എന്ന സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. അഡീഷണൽ സെഷൻ ജഡ്ജി ഇസ്ലാമാബാദ് മുഹമ്മദ് അഫ്സൽ മച്ചോക്ക 3 വർഷത്തെ വിചാരണയ്ക്ക് ശേഷം ഷഗുഫ്തയ്ക്ക് 3 ലക്ഷം രൂപ പിഴയും വിധിച്ചതായി അറ്റോർണി റാണ അബ്ദുൽ ഹാമിദ് പറഞ്ഞു. 2020 സെപ്റ്റംബറിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ മതനിന്ദയുടെ ഉള്ളടക്കം പങ്കിട്ടുവെന്നാരോപിച്ച് 2021 ജൂലൈ 29-ന് ഇസ്ലാമാബാദിൽ വെച്ച് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഷഗുഫ്തയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജെറുസലേമിൽ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന പേരിൽ പുതിയ തീർത്ഥാടന യാത്ര ആരംഭിച്ചു. കിഴക്കൻ ജെറുസലേമിലെ മുസ്ലിം പ്രദേശമായ റാസ് അൽ അമൂദിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ നാട്ടിലെ അബ്രാഹത്തിന്റെ ഭവനത്തിലേക്കാണ് വിശ്വാസികളുടെ തീർത്ഥാടനം നടക്കുന്നത്. മോറിയ പർവ്വതം മുതൽ സിയോൻ പർവ്വതം വരെ നഗരത്തെ വലയം ചെയ്താണ് തീർത്ഥാടനം നടക്കുന്നത്. 1964-ൽ പോൾ 6-ാമൻ മാർപ്പാപ്പ തങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണിതെന്ന് ഡയറക്ടർ ബെർണാഡ് ദി ബൗട്ട് പറഞ്ഞു. ഇവിടെയുള്ള സന്ദർശകരിൽ പ്രധാനമായും ക്രൈസ്തവരാണുള്ളത്. സന്ദർശകരിൽ ഏകദേശം 10% മുതൽ 5% വരെ മുസ്ലിങ്ങളാണ്. കൂടാതെ ഏതാനും ജൂത ജനവിഭാഗങ്ങളും അബ്രാഹത്തിന്റെ ഈ ഭവനത്തിലേക്ക് സന്ദർശനം നടത്താൻ എത്തുന്നുവെന്നും ഡയറക്ടർ കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി ലോല വിജ്ഞാപനത്തിന് സെപ്റ്റംബർ 30-നുള്ളിൽ മറുപടി കൊടുക്കേണ്ട സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന സമീപനം അത്യന്തം നിരാശാജനകവും ജനവിരുദ്ധവുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ്. കേന്ദ്ര മാനദണ്ഡ പ്രകാരം ESA വിഭജനം നടത്താൻ തയ്യാറാകാതെ സംസ്ഥാന സർക്കാർ പ്രദേശ നിർണയം നടത്തുന്നത് അംഗീകരിക്കാനാവില്ല. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ സംസ്ഥാന സർക്കാർ കൈകഴുകുന്നത് മൂലം സംസ്ഥാനത്തിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ജനനന്മയെ കരുതി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു.